ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്പീക്ക് അബൌട്ട് ദിസ്. കാരണം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി ഞാൻ. മുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിതിനെക്കുറിച്ച് പറയണമെന്ന് ഇപ്പോഴാണ് തോന്നി. ഇപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നേക്കാളും കൂടുതൽ ആൾക്കാരും യൂട്യൂബ് അതേപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിലാണ് മൂവീസൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന്. നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ടല്ലേ, ടിക്കറ്റ് എടുത്തിട്ടല്ലേ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. ആൻഡ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സീറ്റ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കറിയാം നമ്മുടെ സീറ്റ് എവിടെയാണ് ആൻഡ് ഏത് സെക്ഷനാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ABCD എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ, അത് പോട്ടെ. സിനിമ 4 മണിക്കാണ്, 4 മണിയുടെ ഷോ ആണെങ്കിൽ 4 മണിക്കാണ് ഈ സിനിമ തുടങ്ങണതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് 4:15 വരുന്നത്? എന്തിനാണ് 4:30 വരുന്നത്? അതും ടോർച്ചടിച്ച് ബാക്കിയുള്ളവരുടെ മുഖത്ത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ചിലപ്പോൾ നമ്മൾ പടം തുടങ്ങി ടൈറ്റിൽ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും ഓൺ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തായിരിക്കും ഫ്ലാഷ് പഠിച്ച് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളതിൻ്റെ വേദന മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത്രയും ഈസിനെസ്സിനോട് കൂടിയിട്ട് സിനിമ ഒരു 2.5 മണിക്കൂർ ഇനി മൂവി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ മുന്നിൽ കൂടെ മറിച്ച ആൾക്കാർ. അത് സിനിമ തുടങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരെ വരുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? കാരണം സിനിമയുടെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലർ മൂവി മതിയാക്കി എണീറ്റ് പോവുക, അല്ലെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് പെട്ടെന്ന് പോപ്കോൺ വാങ്ങാൻ പോവുക, ടീ വാങ്ങാൻ പോവുക. ഇവർക്ക് ഇൻ്റർവെല്ലൊന്നും കാണുന്നില്ല ഇവർ. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുത്തിട്ടല്ലേ, ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഈ മൂവിക്ക് വരുന്നത്. ഓൺ ടൈമിന് വന്നാൽ എന്താ? നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് ഫുള്ളി നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. കറക്റ്റ് 4 മണിക്ക് വന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് വന്നൂടെ. അതും ഈ മൊത്തം ഫ്ലാഷ് അടിച്ച് ബാക്കിയുള്ളവരെ മുഖത്തോട്ട് ഫ്ലാഷാക്കി അവരെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? അതൊന്നാമത്തെ കാര്യം. തിയേറ്ററിൽ വന്നിരുന്ന് ഈ ഫ്ലാഷ് അടിച്ച് വരുന്നത്. രണ്ടാമത്തത്, നമ്മൾ പലർക്കും പല ജോണേഴ്സ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. നമ്മളതറിഞ്ഞിട്ടാണ് സിനിമ ബുക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കോമഡി മൂവിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ചിരിക്കും. പക്ഷേ ഒരു സീരിയസ് ഒരു ഹൊറർ മൂവിക്ക് പോയി അല്ലെങ്കിൽ ഒരു മാസ് മൂവിക്ക് പോയി കഴിഞ്ഞ് അവിടുത്തെ ഭയങ്കര മാസ് പോർഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കോമഡി കാണിച്ച് ചിരിച്ച് ആ ഒരു മൂവീൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എന്തിനാണ് ബോറാക്കി കളയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് ഭയങ്കര സീരിയസ് റോളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ആൾ മരിച്ചിട്ട് കരയുന്ന ഒരു സീനൊക്കെ ആയിരിക്കും. ആ സമയത്താണ് നിങ്ങൾ ഈ കിടന്ന് കൂവി വിളിക്കുക, കരയുക. ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്ന കാര്യമല്ല. കൂവി വിളിക്കുക, കളിയാക്കി ചിരിക്കുക, കമൻറ്റ് പറയുക. എന്തിനാണിത്? ബാക്കിയുള്ള എല്ലാവരും പൈസ കൊടുത്ത് ആ ഒരു സിറ്റുവേഷൻ അവർ പലരും എൻജോയ് ചെയ്യുന്നുണ്ടാവായിരിക്കാം. പലരും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഉള്ളിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിരി വരുന്നെന്നും ഒരാൾ മരിച്ചത് കണ്ട് കരഞ്ഞിരിക്കുന്ന ഒരാളുടെ കരച്ചിൽ കണ്ട് നിങ്ങൾക്ക് ചിരി വരാമെന്ന്, നിങ്ങളുടെ ചിരി മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നത് കഷ്ടമല്ലേ? നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ടല്ലേ സിനിമ കാണാൻ വരുന്നത്. എൻ്റെ അത് 2. ആൻഡ് 3rd തിങ്, ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവരും ഫുൾ ടൈം. എന്തിനാണ് നിങ്ങൾ ഓരോ മൂവിയുടെ സ്പോയിലർ ഇടുന്നത്? ട്രെയിലറൊക്കെ ഇട്ട് ആ ഒരു മൂവീനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതും അതിൻ്റെ റിവ്യൂ നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നതൊക്കെ ഓക്കെ. പക്ഷേ ഒരു മൂവിയുടെ പീക്ക് സീൻ അതൊക്കെ എന്തിനാണ് സ്പോയിലറാക്കി കളയുന്നത്? എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ഈ റീസെൻ്റ്ലി നമ്മൾ കറുപ്പ് മൂവിക്ക് ബുക്ക് ചെയ്തു. ഞാൻ അന്ന് പിറ്റേ ദിവസമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഞാനന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ 4 ലക്ഷം പേര് കൂടുതൽ ലൈക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ സ്പോയിലറാണ് ഇട്ടിരിക്കുന്നത്. ഞാനത് കണ്ടുകയും ചെയ്തു. ഞാനപ്പോൾ അതിൻ്റെ അടിയിൽ പോയി പറഞ്ഞു, ദിസ് ഈസ് എ ബാഡ് തിങ്, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തു. ആര് കേൾക്കാൻ? 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് അതിൽ ലൈക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ഷെയർ ചെയ്തിട്ടുണ്ട്, റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ആ തെറ്റിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരാണ്. ഒന്നാമത് അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു മൂവി അവർ ചെയ്യുന്നത്. പൊട്ടയായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് സ്പോയിലർ ഇടുന്നത്? ഞാൻ പിന്നെ ആ മൂവി കണ്ടപ്പോഴാണ് മനസ്സിലാക്കി ആ മൂവിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവർ സ്പോയിലറാക്കി വീഡിയോ ചെയ്ത് മാസ് BGM ഒക്കെ കയറ്റിയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം ഇൻസിഡൻ്റാണ്.
അതെനിക്ക് അറിയില്ലായിരുന്നു. യൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി റീസെൻ്റ്ലി ഇറങ്ങിയതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇൻസ്റ്റാ റീൽ ഞാൻ കണ്ടു. ഇൻസ്റ്റാ റീൽ കണ്ടപ്പോൾ ഞാൻ ഈ ട്രെയിലറിൻ്റെ ബാക്കിയായിരിക്കും കാര്യങ്ങൾ. ഞാനത് കണ്ടു, 1 മിനിറ്റ് എന്തോ ഉണ്ട്, ഞാൻ മൊത്തത്തിൽ കണ്ടു. ഞാൻ അത് കണ്ടതിൻ്റെ ബേസിസിലാണ് ഞാൻ ആ മൂവി കാണാൻ പോയത്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇതെന്ത് ഈ സീൻ വരാത്തേ, ഇതെന്ത് ഈ സീൻ വരാത്തതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അറ്റ് ലാസ്റ്റ് ആ സീൻ വന്നു. അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു അത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മൂവി കാണാൻ വേണ്ടിയിട്ട് മൂവിയുടെ ഉള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു മൂവി കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട് ക്ലൈമാക്സാണ് ഇവർ സ്പോയിലറാക്കിയിട്ടിരിക്കുന്നത്. അതിറങ്ങി 1 വീക്കേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ ഫുൾ മൂവി ഇടുന്നവരുണ്ട്, വെറുതെ അല്ല. റീസെൻ്റ്ലി തന്നെ വലിയൊരു ഹിറ്റായിട്ടുള്ളൊരു മൂവിൻ്റെ ഫുൾ മൂവി പാർട്ട് വൈസ്, പാർട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഫുൾ പാർട്ട് മൂവിയാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണോ? കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടല്ല ഒരു സിനിമ എടുക്കുന്നത്. സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനൊരു മൂവി കണ്ട് ആ മൂവി നല്ലതോ ചീത്തയോ എന്നുള്ളൊരു റിവ്യൂ മറ്റൊരാൾക്ക് കൊടുക്കുക ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വീഡിയോ എടുത്ത് അത് സ്റ്റോറി ഇടുക, ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സമയത്തിന് തിയേറ്ററിൽ വരാം. ബാക്കിയുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ആക്കരുത് നിങ്ങൾ. ഈ സിനിമ തുടങ്ങി ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടലുകളും ഫ്ലാഷ് ലൈറ്റുകളും ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. അതുപോലെ തന്നെ സ്പോയിലർ ഇടുക, എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? അതുപോലെ തന്നെ സിനിമ കഴിഞ്ഞ് ബാക്കി സമയത്ത് വരിക, സിനിമേൻ്റെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് കമൻ്റ് അടിക്കുക. ഇതൊക്കെ നിങ്ങൾ നിർത്തുക. ഇതെനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം റീസെൻ്റ്ലി ആയിട്ട് കണ്ട കുറേ സിനിമയിൽ എനിക്ക് മുന്നുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാനിത് ഫേസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതോടെ കിടക്കട്ടെ. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.